യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, തോമസ് പിന്നെ കുറച്ച് ശിഷ്യന്മാർ കൂടെ ചേർന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. 3 വർഷത്തെ കഥകളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഉറക്കത്തിലെ സ്വപ്നം പോലെയാണ്. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. ആരാണോ ഇത്രയും നാളത് സെൻട്രൽ പാർട്ടായിട്ട് കൂടെ നിന്നത് അവനെന്നില്ല. അതുകൊണ്ട് ഇനി നല്ലത് ആ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അവർ പോയി 3 വർഷം വള്ളവും വലയൊന്നും കണ്ടിട്ടില്ലല്ലോ. പണ്ടത്തെ പോലെ എറിഞ്ഞാൽ ഉടനെ മീൻ കിട്ടുന്ന ഒരനുഭവമല്ല പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. വലയെറിഞ്ഞ് നോക്കി, മീനൊന്നും കിട്ടിയില്ല. ഒരു രാത്രി മുഴുവൻ്റെയും അധ്വാനത്തിന് ശേഷം നിൽക്കുമ്പോൾ ഒരു മീനും കിട്ടാത്തതിൻ്റെ നിരാശ അവിടെ ഉള്ളിലുണ്ട്. ഉടനെ യേശു അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശു ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീനുണ്ടോ? അവർ പറഞ്ഞു, മീനില്ല. നിരാശയാണ്. ഇനി കുടുംബം പട്ടിണിയാണ്. ഇനി എന്തു ചെയ്യും? വലിയ പ്രതീക്ഷയോടെയാണ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അവസാനം ഇതും ശരിയാകുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, വലത്തേക്ക് ആ വലയെടുത്തെറിയും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തതാണ്. ഈ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഇനി വലത്തേക്ക് എറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? പക്ഷേ അവരെറിഞ്ഞു. അതാണ് ജീസസിൻ്റെ ഒരു പ്രത്യേകത. കർത്താവ് വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ചില മനുഷ്യരോട് പറയും, നീ ആ വലയെടുത്ത് വലത്തേക്ക് എറി. ഇത്രയേ ഉള്ളൂ. ആ വലത്തേക്ക് എറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നോക്കുമ്പോൾ അവരുടെ വലയിൽ കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള മത്സ്യങ്ങളാണ് അവർക്ക് വന്ന് കിട്ടിയത്. വല കീറുവോളം അവരിങ്ങനെ വലിച്ചു കയറ്റാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ കഷ്ടപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങളിൽ, വലിയ വേദനയിലൊക്കെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊരു നിരാശയുടെ വക്കിൽ നിൽക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടത്, കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൻ പറയും, വലത്തേക്കൊന്ന് വലയേറി. അങ്ങനെ ഒറ്റ വാക്കിൽ അവൻ പറയുന്ന സൊല്യൂഷനായിരിക്കും ഒരു നിമിഷം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നിമിഷം പത്രോസിനോട് ഒരു ശിഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, അത് കർത്താവാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശയുടെ വക്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നവൻ്റെ പേരാണ് കർത്താവ്. അത് കർത്താവാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മളുടെയൊക്കെ ജീവിതം മാറി മറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വീഴാവുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? തകർന്നു പോകാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് കർത്താവാണ് എന്ന് വിശ്വസിക്കാനും കൂടെയുള്ള ബാധ്യത നമുക്കുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ തന്നെയാണ്. ഇടപെടലുകൾ അവൻ്റേതാണ്. വലത്തേക്ക് വലയെറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ജീവിതത്തിലുള്ളൂ. പക്ഷേ ആ എറിഞ്ഞു കഴിയുമ്പോൾ അത് കർത്താവാണ് എന്ന് വിശ്വസിക്കാനും കൂടി നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം അവർക്ക് ഇരട്ടിയായി തിരിച്ചു വന്നു. അവർ പിന്നീട് ആ കർത്താവിനെ കൂടുതൽ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചു. ഒന്ന് കണ്ണും പൂട്ടി ധ്യാനിച്ചാൽ മനസ്സിലാകും എന്തുമാത്രം ഇടത്താണ് വലത്തേക്ക് വലയെറിയാൻ അവൻ നമ്മളെ പഠിപ്പിച്ചത്. നിരാശയുടെ വക്കിൽ നിൽക്കുമ്പോഴും മുന്നോട്ട് പോകാൻ അവൻ എത്ര പ്രാവശ്യമാണ് കരുതൽ നൽകിയത്. എന്നിട്ടും അത് കർത്താവാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഈസ്റ്റർ കാലഘട്ടം നമുക്കുള്ള ഓർമ്മപ്പെടുത്തലിതാണ്. ഇനി അത് കർത്താവാണ് എന്നുകൂടി നമ്മൾ വിശ്വസിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെന്നെ പ്രിയമുള്ളവൻ, ഇതുപോലെന്നെ
പലരും പലതും നനച്ചിടുമ്പോൾ വഴി ചൊല്ലി വിധിച്ചിടുമ്പോൾ പലരും പലതും നനച്ചിടുമ്പോൾ വഴി ചൊല്ലി വിധിച്ചിടുമ്പോൾ നിജമേറും നൽനിനവുകളാ പരനേകും തൻ തിരുമൊഴിയാ നിജമേറും നൽനിനവുകളാ പരനേകും തൻ തിരുമൊഴിയാ മനസ്സിനു സ്വസ്ഥ സമാധാനം ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ. മണ്ണിൻ ധനമതു മായയല്ലോ മഹിയിൻ മാന്യതയും മണ്ണിൻ ധനമതു മായയല്ലോ മഹിയിൻ മാന്യതയും ആരടി മണ്ണിൽ അഴുകിടുമേ ആയിരം സ്നേഹിതർ വിട ചൊല്ലുമേ ആരടി മണ്ണിൽ അഴുകിടുമേ ആയിരം സ്നേഹിതർ വിട ചൊല്ലുമേ യേശു മാത്രം എൻ നിത്യസഖി ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ ഇതുപോലെന്നെ പ്രിയമുള്ളവൻ ഇതുപോലെന്നെ അറിയുന്നവൻ ഇതുപോലെന്നെ പ്രിയമുള്ളവൻ ഇതുപോലെന്നെ അറിയുന്നവൻ മശിഹായെ നൽ സ്നേഹിതൻ